24-ന്റെ എക്സ്ക്ലൂസീവ് സൂപ്പർ ബ്രേക്ക്. PM ശ്രീ പദ്ധതിയെ ചൊല്ലി CPIM സംസ്ഥാന സമിതിയിൽ വിമർശനം. മന്ത്രിസഭയിലും മുന്നണിയിലും ചർച്ച നടക്കാതെ ഒപ്പിട്ടതിൽ വിമർശനമുയർന്നു. ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വീഴ്ച പറ്റിയെന്ന് സമ്മതിച്ചു. ഞായറാഴ്ച ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിലാണ് വിമർശനമുയർന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് R ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, CPIMന്റെ സംസ്ഥാന കമ്മിറ്റിയിലും ഈ വിഷയത്തിൽ ഇപ്പോൾ നേതൃത്വത്തിനെതിരെ വിമർശനമുണ്ടായിരിക്കുകയാണ്. ജാഗ്രത പാലിച്ചില്ല, ഈ വിഷയത്തിൽ വേണ്ടത്ര മുന്നൊരുക്കങ്ങളോ കൂടിയാലോചനകളോ ഉണ്ടായില്ല എന്ന തരത്തിലുള്ള വിമർശനമായിരിക്കാം സ്വാഭാവികമായും ഉയർന്നിട്ടുണ്ടാവുക. ശ്രീജിത്ത്, വിശദാംശങ്ങൾ പറയൂ. ദിലീപ്, ഞായറാഴ്ച ചേർന്ന CPIMന്റെ സംസ്ഥാന സമിതി യോഗത്തിലാണ് PM ശ്രീ വിഷയത്തിൽ ധാരണാപത്രം ഒപ്പിട്ടത് വിമർശന വിധേയമായത്. ദിലീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകപക്ഷീയമായി എങ്ങനെയാണ് ധാരണാപത്രത്തിൽ ഒപ്പിടുന്ന സാഹചര്യം ഉണ്ടായത് എന്ന് നേതൃത്വം വിശദീകരിക്കണമെന്ന് ചർച്ചയിൽ പങ്കെടുത്ത സംസ്ഥാന സമിതി അംഗങ്ങൾ ആവശ്യപ്പെട്ടു. മുന്നണിയിലോ മന്ത്രിസഭയിലോ ചർച്ച നടത്താതെ എങ്ങനെയാണ് രാഷ്ട്രീയ നയത്തെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കാൻ സർക്കാർ മുന്നോട്ട് പോയത് എന്നതിലാണ് സംസ്ഥാന സമിതി അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചത്. അതായത് ഇത്തരമൊരു ഏകപക്ഷീയമായ നീക്കമാണ് CPI കൂടി പ്രകോപിപ്പിച്ചത്. അത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ മുന്നണിക്കും അതോടൊപ്പം തന്നെ പാർട്ടിക്കുമൊക്കെ തന്നെ സർക്കാരിനും ഒരു ക്ഷീണമേൽപ്പിക്കുന്ന നടപടിയായിപ്പോയി എന്ന കാര്യമാണ് വിവിധ നേതാക്കൾ ചൂണ്ടിക്കാണിച്ചത്. ഇതിന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മറുപടി നൽകിയപ്പോഴാണ് ഈ മന്ത്രിസഭയിലും മുന്നണിയിലും ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി ധാരണാപത്രം ഒപ്പിട്ടതിൽ വീഴ്ച പറ്റിയെന്ന് സമ്മതിച്ചത്. ആ സമ്മതം പിന്നീട് ഞായറാഴ്ച വൈകുന്നേരം നടന്ന വാർത്താ സമ്മേളനത്തിലും MV ഗോവിന്ദൻ തുറന്നു പറഞ്ഞിരുന്നു. അതായത് വീഴ്ച പറ്റി, ചർച്ച നടത്താതെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് വീഴ്ചയാണെന്ന കാര്യം അദ്ദേഹം സമ്മതിച്ചിരുന്നു. എന്നാൽ മറ്റു ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം CPIM സംസ്ഥാന സമിതിയിലെ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. രാഷ്ട്രീയ നയത്തിൻ്റെ കാര്യത്തിൽ ഇടതുപക്ഷത്തിന് വിയോജിപ്പുള്ള പല വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് വരുന്നുണ്ട്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കാര്യത്തിൽ രാഷ്ട്രീയ നയം നടപ്പിലാക്കുന്നതിൽ പലപ്പോഴും അത് പ്രായോഗികമായി വരുമ്പോൾ വൈഷമ്യങ്ങൾ നേരിടുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചത്. കേന്ദ്ര പദ്ധതി പ്രകാരമുള്ള പണം നേടിയെടുത്തില്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്തംഭനാവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും. എന്നാൽ ഈ പണം നേടിയെടുക്കണമെങ്കിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചേ മതിയാകൂ. അങ്ങനെയാണ് പദ്ധതിയുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോയത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലും CPI ഭരിക്കുന്ന മൃഗസംരക്ഷണ വകുപ്പിലും കൃഷി വകുപ്പിലും എല്ലാം ഇത്തരത്തിൽ കേന്ദ്ര ഫണ്ട് വാങ്ങിയെടുത്തിട്ടുണ്ട്. എങ്കിൽ പോലും ചർച്ച കൂടാതെ മുന്നണിയിലോ മന്ത്രിസഭയിലോ ചർച്ചയില്ലാതെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് വീഴ്ചയാണ് എന്ന കാര്യമാണ് MV ഗോവിന്ദൻ സംസ്ഥാന സമിതിയിൽ സമ്മതിച്ചത്. പിന്നീട് അദ്ദേഹം അത് പരസ്യമാക്കുകയും ചെയ്തു. ദിലീപ്, LDFിലോ സർക്കാരിലോ മന്ത്രിസഭയിലോ ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നതിന് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ട വിമർശനമാണ് CPIM സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വീഴ്ച സമ്മതിക്കുകയും ചെയ്തു. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് R ശ്രീജിത്താണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.